ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ആമസോൺ വ്യൂ പോയിൻ്റാണ്. മലപ്പുറം ജില്ലയിലെ എടവണ്ണ പഞ്ചായത്തിലെ കിഴക്കേ ചാത്തല്ലൂരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മഞ്ചേരിയിൽ നിന്ന് 21 കിലോമീറ്റർ ദൂരെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു ആമസോൺ വ്യൂ പോയിൻ്റ് സന്ദർശിക്കണമെന്ന്. ഇപ്പോഴാണ് അതിന് സാഹചര്യം ലഭിച്ചത്. ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും അത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എടവണ്ണയിൽ നിന്ന് ഒതായി വഴിയാണ് ചാത്തല്ലൂരിലെ ഈ ആമസോൺ വ്യൂ പോയിന്റിൽ എത്തിപ്പെടുന്നത്. എടവണ്ണ അരീക്കോട് റൂട്ടിൽ ഒതായിയിൽ നിന്ന് വലതുഭാഗത്തേക്ക് തിരിഞ്ഞ് കിഴക്കേ ചാത്തല്ലൂരിലേക്കാണ് നമ്മൾ പോവേണ്ടത്. പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് കിഴക്കേ ചാത്തല്ലൂരിൽ ആരംഭിക്കുന്നത്. അതങ്ങ് നീലഗിരി വരെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടെയുള്ള ജനങ്ങളുടെ പ്രധാന ഉപജീവനമാർഗം കൃഷിയാണ്. കാർഷിക വൃത്തിയിൽ അധിഷ്ഠിതമായ ഒരു സംസ്കാരമാണ് മുന്നോട്ട് പോകുന്നത്. ഒതായിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരെ കിഴക്കേ ചാത്തല്ലൂരിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു കോൺക്രീറ്റ് റോഡാണ് പിന്നെ ആമസോൺ വ്യൂ പോയിന്റിലേക്ക് നമ്മളെ നയിക്കുന്നത്. വളരെ അപകടകരമായ ഈ റോഡിലൂടെ 2 വീലറിലൂടെ നമുക്ക് വേണമെങ്കിൽ യാത്ര ചെയ്യാം. വളരെ ശ്രദ്ധയോടുകൂടി മാത്രം ഡ്രൈവ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ മുകളിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. കൊടിയ വളവുകളും കുത്തനെയുള്ള കയറ്റവും മഴ ചാറിയാലുള്ള വഴുക്കലും ഈ റോഡിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാർ മാർഗം വരുന്ന യാത്രക്കാർക്ക് ഇവിടെ എത്തിച്ചേരുന്നത് വളരെ പ്രയാസമാണ്. അത്തരം ആളുകൾക്ക് ഇവിടെ ജീപ്പ് സൗകര്യം ലഭ്യമാണ്. ഏകദേശം 1.5 കിലോമീറ്റർ നീളമുള്ള കോൺക്രീറ്റ് റോഡ് ഒരു കുന്നിന് മുകളിൽ അവസാനിക്കുന്നു. ഇവിടെ സഞ്ചാരികൾക്ക് ഇത്തിരി സമയം വിശ്രമിക്കാൻ സൗകര്യമുണ്ട്. ഒരു ചായക്കട ഇവിടെ പ്രവർത്തിക്കുന്നു. ആവശ്യത്തിന് വിശപ്പ് തീർക്കാനും കുടിവെള്ളം, സ്നാക്സ് മുതലായവ ഇവിടെ നിന്ന് സഞ്ചാരികൾക്ക് വാങ്ങുകയും ചെയ്യാം. ഇവിടെ നിന്ന് മൺപാത ആരംഭിക്കുന്നു. മഴവെള്ളം ഒലിച്ചിറങ്ങിയത് കാരണം ചെറുതും വലുതുമായ ഉരുളൻ കല്ലുകൾ റോഡിൽ ധാരാളമായി കാണാം. ബൈക്കുകൾ ഇവിടെ പാർക്ക് ചെയ്ത് കാൽനടയായി ഇനി നമുക്ക് യാത്ര തുടരാം. ഞങ്ങളുടെ ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്ത് കാൽനടയായി ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ഏറെക്കുറെ 10 മിനിറ്റ് നടന്നു കാണും. അപ്പോഴേക്ക് ആ റോഡും അവിടെ അവസാനിച്ചു. ഇവിടെയും ഒരു കടയുണ്ട്. റോഡ് അവസാനിക്കുന്നിടത്ത് ഒരു ചായക്കട ഇതേപോലെയുണ്ട്. ചായക്കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി ഞങ്ങൾ വീണ്ടും നടന്നു. ഇനിയുള്ളത് ഒറ്റയടി പാതയാണ്. പ്രത്യേകമായ വഴികളൊന്നുമില്ല. ട്രക്കിങ്ങിന് പോയ ആളുകൾ ഉപയോഗിച്ച ഒറ്റയടി പാത മാത്രമാണുള്ളത്. കുത്തനെയുള്ള കയറ്റങ്ങളാണ് ഇതിൻ്റെ പ്രത്യേകത. വലുതും ചെറുതുമായ കല്ലുകൾ വഴിയിലുടനീളം കാണാം. കാൽ തെന്നിപ്പോവാതെ സൂക്ഷിക്കണം. മലകയറ്റം വളരെയധികം സാഹസികമാണ്. തുടർച്ചയായ കയറ്റം കയറാൻ വളരെയധികം പ്രയാസപ്പെടുന്നു. കുടിവെള്ളം കരുതിയതുകൊണ്ട് രക്ഷയായി. ഏകദേശം 10-15 മിനിറ്റ് കയറിയപ്പോൾ കുറച്ച് നിരപ്പായ സ്ഥലമായി. ഇടതൂർന്ന് വളർന്ന കാട്ടുപുല്ലുകൾ നിറഞ്ഞ സ്ഥലം. വളരെ സുന്ദരമായ കാഴ്ച. കറുത്ത താഴ്വര അതിൻ്റെ താഴ്ചയെ സൂചിപ്പിക്കുന്നു. കിലോമീറ്ററുകളോളം കണ്ണെത്താ ദൂരത്തോളം കാണാവുന്ന ചക്രവാളം അതിർത്തി മാത്രം നിർണ്ണയിക്കുന്ന മനോഹരമായ കാഴ്ചകൾ. പക്ഷേ ഈ മനോഹരമായ കാഴ്ചകൾ കാണാൻ സമയം അനുവദിച്ചില്ല. ഇപ്പോൾ തന്നെ സമയം 5:45. ഇനിയും കുറേ ദൂരം കൂടി താണ്ടാനുണ്ട്. ഞങ്ങൾ നടത്തം തുടർന്നു. വീണ്ടും ദുർഘടമായ കാട്ടുവഴികൾ, ഈറ്റകൾ തിങ്ങി നിറഞ്ഞ വനപ്രദേശം. വനഭൂമിയുടെ അതിർത്തി നിർണ്ണയിക്കുന്ന ജണ്ടകൾ അവിടെയും ഇവിടെയും കാണാനുണ്ട്. നിക്ഷിപ്ത വനഭൂമിയുടെയും സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയുടെയും അടയാളപ്പെടുത്തുന്ന തെങ്ങുമാർക്ക് ജണ്ടകൾ പല ഭാഗത്തും കാണാനുണ്ട്. അതെല്ലാം പിന്നിട്ട് വീണ്ടും ഞങ്ങൾ മുകളിലേക്ക് തന്നെ. വീണ്ടും ദുർഘടമായ യാത്രകൾ. സന്ധ്യയാവാറായി. ഇരുട്ട് പടർന്നുകൊണ്ടിരിക്കുന്നു. എങ്കിൽ കൂടി ഉള്ള സമയം വെച്ച് ഞങ്ങൾ കൂടുതൽ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ കയറിയ പല യാത്രക്കാരും തിരിച്ചിറങ്ങുന്നത് ഞങ്ങൾ കണ്ടു. അവരെയും പിന്നിട്ട് ഞങ്ങൾ വീണ്ടും മുകളിലേക്ക്. ഞങ്ങളുടെ യാത്ര വളരെ വളരെ പതിയെ സാവകാശത്തിലായി. കയറ്റം അത്രയും വളരെ പ്രയാസകരമായിരുന്നു. ഇത്ര കഠിനമായ യാത്ര ജീവിതത്തിൽ മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ല. അത്രയും ചെങ്കുത്തായ മലകളാണ് ഉള്ളത്. കാട്ടുവഴികളാണെങ്കിൽ വളരെ ദുർഘടമായ വഴികളും. ജീവിതത്തിൽ മുമ്പൊരിക്കലും ഇത്ര പ്രയാസകരമായ ഒരു മലകയറ്റം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ആ പ്രയാസങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ടാണ് പിന്നെ വീണ്ടും മുകളിലേക്ക് കയറിയത്. നല്ല വലിയ കല്ലുകൾ. ആ ഓരോ കല്ലിലും ചവിട്ടി തെന്നിമറിയാതെ ഞങ്ങൾ വളരെ ശ്രദ്ധാപൂർവമാണ് മല കയറിയത്.
അവസാനം ഞങ്ങൾ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. ആമസോൺ വ്യൂ പോയിൻ്റ്. വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു ഇവിടെ നിന്ന് കാണുന്നത്. ധാരാളം സഞ്ചാരികൾ ആ സമയത്ത് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നുള്ള കാഴ്ച അതിമനോഹരമായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ ആമസോൺ വ്യൂ പോയിൻ്റ് നമുക്ക് നൽകുന്നത്. ആഫ്രിക്കയിലെ ആമസോൺ വനഭൂമിയുടെ പ്രത്യേകതകളെക്കുറിച്ച് ഞാൻ മനസ്സിൽ ഓർത്തു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി ഉള്ള ഒരു പ്രദേശമാണ് ആമസോൺ കാടുകൾ. നമ്മുടെ ചാലിയാറിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഇത്ര മനോഹരമായ ഒരു സ്പോട്ട് മലപ്പുറം ജില്ലയിൽ വേറെ നമുക്ക് കാണാൻ സാധ്യമല്ല. ഈ പ്രദേശവാസിയായ തെന്നാടൻ നാമൂട്ടിയുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. പടിഞ്ഞാറ് ഭാഗത്ത് ഊർങ്ങാട്ടി വില്ലേജ്, ഊർങ്ങാട്ടി പഞ്ചായത്ത്, എടവണ്ണ പഞ്ചായത്ത്, വില്ലേജ് പരകവണ്ണ, തൊട്ട് മറുഭാഗം പിന്നെ ഊർങ്ങാട്ടി പഞ്ചായത്ത്. ഭാവിയിലേക്ക് ഇത് ടൂറിസ്റ്റ് കേന്ദ്രമായി തീരും. ഇവിടേക്ക് വരവ് നമ്മൾ എടവണ്ണെന്ന് ഒതായി വഴി വന്നിട്ട് പടിഞ്ഞാറ് ചാത്തല്ലൂർ. ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നല്ല ശ്രദ്ധ തന്നെ വേണം. ബൈക്കൊന്നും ഇവിടുന്ന് പോരൂല. ഈ 4 വീല് കുറേ ഡറ്റം പോരും. ഇപ്പോൾ സമയം 6:15, സന്ധ്യ മയങ്ങി. ഇനിയും ഇവിടെ കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കാത്തതുകൊണ്ട് വളരെ അത്യാവശ്യം കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുത്തതിന് ശേഷം ഞങ്ങൾ ഈ പ്രദേശത്തിനോട് വിട പറഞ്ഞു. പല സഞ്ചാരികളും ഇനിയും ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. പക്ഷേ വീണ്ടും ഒരിക്കൽ കൂടി തിരിച്ചു വരണമെന്ന അതിയായ ആഗ്രഹത്തോടുകൂടി ഞങ്ങൾ ഈ മല ഇറങ്ങുകയാണ്. ഇപ്പോഴും ധാരാളം സന്ദർശകർ ഇവിടെ സമയം ചെലവഴിക്കുന്നുണ്ട്. പ്രകൃതി മനുഷ്യന് നൽകിയ ഏറ്റവും നല്ല അനുഗ്രഹമായ ഈ ആമസോൺ വ്യൂ പോയിൻ്റ് കാണാൻ വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടേക്ക് യാത്ര ചെയ്യുമ്പോൾ അപകടങ്ങൾ പതിയിരിക്കുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട്. ഇത്രയധികം അപകട മേഖലയാണെങ്കിൽ കൂടി സഞ്ചാരികളെ ഇവിടേക്ക്, ഈ പ്രകൃതിയിലേക്ക് മാടി വിളിക്കുന്നുണ്ട്. അതിരാവിലെ സന്ദർശിക്കുന്ന സഞ്ചാരികൾക്ക് മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുക.